അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നതിന് മുമ്പ്. പിന്നീട് അദ്ദേഹം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി എന്ന പദവിയിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ബോർഡ് അതിൽ അംഗമായിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ ഒരു സജീവ അംഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗോപിനാഥിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്തു, ആത്മാത. ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDPയുടെ ഉള്ളിലൊക്കെ നടന്നിട്ടുള്ള കുറേ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ SNDPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ 30 കൊല്ലമായി SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ നിലയിൽ പക്ഷേ അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു പതനത്തിലാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇമേജ് കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വയംകൃത അനർത്ഥം കൊണ്ടും വാക്കുകൾ കൊണ്ടും വല്ലാതെ കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം CPMനെ അന്ധമായി പിന്തുണച്ചതിൻ്റെ മുഴുവൻ രാഷ്ട്രീയമായ ദുർഘടവും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ പുത്രനെ BJPയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു കാലം അവിടെയും ഒരു കാലം ഇപ്പുറത്ത് ഇടതുപക്ഷത്തും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് അദ്ദേഹം കളിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറെ സാക്ഷാൽ ഈയിടെ അന്തരിച്ച സഖാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്ന SNDP യോഗത്തിനകത്തെ മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളും അഴിമതിയും ഉണ്ട്. ഈ ആരോപണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനൊക്കെ കവച്ചു വെക്കുന്ന വലിയ ആരോപണങ്ങളുമായിട്ടാണ് ഈ പുസ്തകം വരുന്നതെന്നാണ് ഇന്നത്തെ മാധ്യമങ്ങൾ പറയുന്നത്. പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. ഞാൻ എൻ്റെ ജീവിതം എന്നാണ് അത്ര പുസ്തകത്തിൻ്റെ തലക്കെട്ട്. പുസ്തകം നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ, നാളെ പ്രകാശനം ചെയ്യും. ആ പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ന് പല മാധ്യമങ്ങളിലും അതിൻ്റെ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു. ആ കണ്ടന്റിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ SNDP യോഗത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ, സാമ്പത്തികമായ ക്രമക്കേട്. 2, SN ട്രസ്റ്റിൽ നടക്കുന്ന അഴിമതി. 3, SN കോളേജിൻ്റെ വാർഷികവും വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ ആരോപണങ്ങളുടെ ഉള്ളുകള്ളികൾ. 4, SN ട്രസ്റ്റ് നടത്തുന്ന നിയമനങ്ങളിലെ കോഴ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു SNDP യോഗം സമുദായത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളിലെ കോഴക്കണക്ക് ആ യോഗത്തിൻ്റെ തന്നെ മുൻ ജനറൽ സെക്രട്ടറി വിളിച്ചു പറയുമ്പോൾ അതിന് പ്രാധാന്യമുണ്ടല്ലോ. രാഷ്ട്രീയ എതിരാളികളോ സാമുദായിക എതിരാളികളോ അല്ലല്ലോ പറയുന്നത്. അതൊന്ന്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞെട്ടിക്കുന്നത്, എനിക്ക് ആ കണ്ടന്റിൽ ആ പുസ്തകം വായിച്ചു നോക്കണമെന്ന കൗതുകം തോന്നിയൊരു കാര്യം, SNDP യോഗത്തിൻ്റെ നിയമനങ്ങളിൽ SN ട്രസ്റ്റിൻ്റെയും ട്രസ്റ്റ് മുൻകൈ എടുത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ നിയമനങ്ങളിൽ കേരളത്തിൻ്റെ പബ്ലിക് സർവീസിൽ ഈഴവന്മാർക്ക് കിട്ടേണ്ട ന്യായമായ സംവരണം ഉണ്ടല്ലോ, അതുപോലും പാലിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു പരിധി കൂടി കടന്ന് ശ്രീ അഡ്വക്കേറ്റ് ഗോപിനാഥൻ പറയുന്നത്, ആ പുസ്തകത്തിൽ പറയുന്നത്, SNDP യോഗത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ സാമ്പത്തിക സംവരണമാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ അടിസ്ഥാനമാക്കി പണം വാങ്ങിയുള്ള നിയമനമല്ലാതെ നിയമനത്തിൽ ഈഴവന്മാർക്ക് പോലും മാന്യമായ, ന്യായമായ, അർഹമായ പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. ഇത്രയും ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ മാത്രമല്ല വ്യക്തിപരമായ ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ആരാണ് ഇപ്പോഴത്തെ SNDP യോഗം? 30 കൊല്ലമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നു. ഒടുവിൽ വന്ന് SNDP യോഗം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു മഹാപ്രസ്ഥാനമായിരുന്ന SNDP യോഗത്തിന് നാട് നീളെ കുറേ ബ്രാഞ്ചുകളുണ്ട്, കൊടിയുണ്ട്, ബോർഡുണ്ട്, ഓഫീസുകളുണ്ട്. പക്ഷെ ആരാണ് നയരൂപീകരണ സമിതി? അത് 3 പേരല്ലേ? അത് ചേട്ടനും ഭാര്യയും മോനുമല്ലേ? 3 പേരുള്ള ഒരു വീട്ടിലേക്ക് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം മാറിയില്ലേ? ശ്രീനാരായണീയരുടെ ആദർശം എവിടെ ചെന്ന് നിൽക്കുന്നു? ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. മാത്രമല്ല SNDP യോഗം, ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിലെല്ലാ മനുഷ്യർക്കും സ്വീകാര്യനാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഗുരുദേവനോട് ആരും തർക്കിച്ചിട്ടില്ല. ഗുരുദേവൻ്റെ ആശയപ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച SNDP യോഗം, മഹാകവി കുമാരനാശാൻ ദീർഘകാലം നയിച്ച SNDP യോഗം, ആ യോഗത്തിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു വാക്കും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെയോ മറ്റൊരു പ്രാണിയെയും വേദനിപ്പിച്ചിട്ടില്ല. ആ വാക്കാണ്, ഒരു പ്രാണിയെയും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാലത്തെ വാക്കുകളോ, ഓരോ വാക്കും അദ്ദേഹം ഇപ്പോൾ ഓർമ്മയില്ലേ സിനുജിക്ക്? അടുത്ത കാലത്ത് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലം, ഒരു മാസം മുമ്പ് വരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മലപ്പുറത്ത് പോകുന്നു, അവിടുത്തെ മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിയാണ്, അഴിമതിക്കാരാവും, അവരുടെ കയ്യിൽ എല്ലാ വേണ്ടാധീനവും ഉണ്ടാവും, അവർ പെൺവാണിഭ കേസിലുണ്ട്, അവർ എവിടെയാണ് ഇല്ലാത്തത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ക്രിമിനൽ കേസുകളിൽ ഇല്ലാത്തത്?
പക്ഷേ അത് മുസ്ലിം സമുദായത്തെ മൊത്തം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതാ മുസ്ലിം സമുദായം പെരുകുന്നു, മുസ്ലിം സമുദായം നാളെ തിരുവിതാംകൂറിലേക്ക് കൂടി സീറ്റ് ചോദിക്കും, മുസ്ലിം സമുദായത്തിൽ നിന്നായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു തരം വിറളിയും വെപ്രാളവും കേരളീയ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ ഒരു മുസ്ലിം വിരുദ്ധന്റെ ചിത്രം നമ്മൾ കണ്ടു. ഒന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോൾ ഓർമ്മയില്ലേ, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ അദ്ദേഹം ചെന്ന് പറഞ്ഞ മീനച്ചിൽ താലൂക്കിലോ SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആരാണ് ക്രിസ്ത്യാനികൾ, ഇപ്പോൾ ഈ എന്താ പറയുക, ഈ പള്ളിപ്പാട്ടുകാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമേ ഈ കോട്ടയം ജില്ലയിൽ സ്ഥാനമുള്ളൂ, അവിടെ ഈഴവനായി ജയിച്ചത് ഒരാൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ വളരെ മാരകമായ വർഗീയതയുടെ വിഷം കലർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത്, ന്യൂനപക്ഷ പ്രീണനം അല്ലെ സ്നേഹം എന്നൊക്കെ പറയുന്നത് മാറി വരുന്ന സർക്കാരുകൾ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞാൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിച്ചു. ഇപ്പോൾ സർക്കാർ എന്തിനാണ് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത്? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് ഇതര മതത്തിൽപ്പെട്ട ഒരാളെങ്കിലും അവർ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെങ്കിലും? ഇതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പം രാമൻ എന്ന് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി മുസ്ലിം ലീഗ് ഒരു പക്ഷേ KP രാമൻ. പക്ഷെ അന്നേരം പ്രശ്നം ഉണ്ടായത് അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് സംവരണം ചെയ്ത സീറ്റായിരുന്നു. മുസ്ലിം ലീഗിനാണ് UDF ആ സീറ്റ് കൊടുത്തത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളോട് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കണം. ഇനി ഇടത് സർക്കാർ എന്തിനാണ് അനാവശ്യമായ മുസ്ലിം പ്രീണനം നടത്തുന്നതെന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി സർക്കാരിൻ്റെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുന്നു എന്നുള്ളൊരു നിലപാടൂടെ സ്വീകരിക്കുന്നില്ലേ? അത് ഏതാണ് ആദ്യം എന്നുള്ളതാണ് പ്രശ്നം. അണ്ടിയോ മാങ്ങയോ മൂത്തത്, ആരുടെ നിലപാടാണ് ആദ്യം മാറിയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMൻ്റെ നിലപാട് മാറി. CPMന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇപ്പോൾ സിനുജി പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. വളരെ പ്രകടമായി മുസ്ലിം സമുദായത്തെ അനാവശ്യമായി പീഡിപ്പിക്കുന്നുവെന്നും മുസ്ലിം സാമുദായിക സംഘടനകളെ സമസ്തയെ ഒക്കെ ഈ തലോടി ഇങ്ങനെ നടക്കുകയും അത് മുസ്ലിം ലീഗിനെതിരെ സമസ്തയെ വളർത്തിക്കൊണ്ടുവരാൻ വളരെ തന്ത്രപൂർവ്വമായ ശ്രമം എന്ന നിലയിലാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറേ കാലമായി മുസ്ലിം സമുദായത്തെ അനർഹമായ തോതിൽ പ്രീണിപ്പിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയല്ലോ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കി, തിരിച്ചടി ഉണ്ടാക്കി. അത് അവർ തിരിച്ചറിഞ്ഞു. അവർ നയം മാറ്റാൻ തീരുമാനിച്ചു. ആ നയം മാറ്റാൻ തീരുമാനിച്ചത് നാട്ടുകാരോട് പറഞ്ഞില്ല. CPM അത് പറഞ്ഞില്ല, ഞങ്ങളിങ്ങനെ നയം മാറ്റിയിരിക്കുന്നു, ഇനി അങ്ങോട്ട് മുസ്ലിം സമുദായത്തെ വളരെ രൂക്ഷമായി ഞങ്ങൾ നേരിടും. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈഴവ വോട്ട്, പ്രത്യേകിച്ച് ഈഴവ വോട്ടാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെ CPM കൊണ്ടു നടക്കുന്നത് എന്തിനാ? CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഈഴവരാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തെ പിണക്കണ്ടെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കിരീടം വെച്ച് കൊടുക്കും. അതാണല്ലോ ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണുള്ളത് അദ്ദേഹം. ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ ചെയർമാനായ ഒരാൾ ഇത്ര പ്രകടമായ വർഗീയത പറയുക എങ്ങനെ? ഇനി ആരെ കൊണ്ട് പറയിപ്പിച്ചാലും വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കാൻ പാടുണ്ടോ? അപ്പോൾ വെള്ളാപ്പള്ളി പക്ഷേ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുകയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ CPMൻ്റെ നയം മാറിയപ്പോൾ അതിൻ്റെ പ്രചാരകനായി ക്യാമ്പയിനറായി തീരുകയാണ് ഈ മനുഷ്യൻ. അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായും SNDP യോഗത്തിനും അത് എത്രമാത്രം പരിക്കുണ്ടാക്കുമെന്നാണ് ഗോപിനാഥൻ ചേട്ടൻ്റെ പുതിയ പുസ്തകം പറയുന്നത്. അപ്പോൾ ഇത് പിണറായി വിജയൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മുസ്ലിം പീഡനം എതിർക്കപ്പെടേണ്ടതല്ലേ? എതിർക്കപ്പെടണം. പക്ഷേ അതിനെ രാഷ്ട്രീയമായിട്ടല്ലേ നേരിടേണ്ടത്? ആരാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടത്? അതിനെ കേരളത്തിലെ പ്രബല എതിർമുന്നണിയായ UDF നേരിടണം. UDFിലെ ഏതെങ്കിലും നേതാവ് ഈ മുസ്ലിം പീഡനം ശരിയല്ല എന്ന് പറഞ്ഞു. പകരം പരമാവധി മുസ്ലിം പീഡനം അപ്പുറത്ത് നടത്താൻ പറ്റുമെന്നല്ലേ അവർ നോക്കിയത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇടതുപക്ഷം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പകരം ഈ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിലെ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിലെ വോട്ട് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. അപ്പണി ആ മെസ്സേജ് വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു. വെള്ളാപ്പള്ളി അത് ഏറ്റെടുത്തു. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ വിമർശിക്കുകയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഏജന്റായി പ്രചാരകനായി തീരുകയാണ്. അതുകൊണ്ടാണ് ഗോപിനാഥൻ ചേട്ടൻ പറയുന്നത്, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ മറുഭാഗത്ത് എന്താണ് മോൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട്? ഇപ്പോൾ ഈ ഓണാട്ടുകര എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അതായത് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, ഹരിപ്പാട്, കായംകുളം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് അഡ്വക്കേറ്റ് K ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് അല്ലെ സെക്രട്ടറി, ആ നിലയിൽ എത്രയോ കാലം പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്നൊരു പദവി ഉണ്ടായിരുന്നു എന്ന് എൻ്റെ തലമുറയ്ക്ക് ശേഷമുള്ളവർക്ക് പോലും അത്ര അറിവുള്ള കാര്യമല്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് K ഗോപിനാഥൻ എപ്പോഴും ഒതുക്കപ്പെട്ടതാണ്. ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അന്ന് വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ തലപ്പത്തേക്ക് വരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് SNDPയുടെ ഒരു
തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിനുശേഷം നടത്തിയ കൃത്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിക്കാം. മാഷിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഈഴവ സമുദായമാണ്. ഈ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കൂട്ടത്തോടെ കഴിഞ്ഞ പ്രാവശ്യം ഒഴുകിപ്പോയതിൽ ഏറിയ പങ്കും BJPയിലേക്ക് എത്തി. കാരണം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇനി നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് BJPയുടെ വളർച്ച തുടങ്ങിയത്. ഇത് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമായിട്ട് ഇതിനെയൊക്കെ കണ്ടുകൂടെ? അതൊരു സാധ്യതയുണ്ട്. നമുക്ക് അതുകൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. അത് സിനിജി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വരുന്നത് VM സുധീരനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ പറഞ്ഞ വ്യക്തിപരമായ അജണ്ട ഉണ്ടാവും. ഗോപിനാഥൻ ചേട്ടന് ഇത്രയും കാലവും കിട്ടാതെ അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന നിലയിൽ കോൺഗ്രസിലും UDFിലും കുറെ കൂടി അംഗീകാരം കിട്ടാൻ അതിന് വേണ്ടത് UDF പക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് SNDP യോഗത്തിന്റെ ഈഴവ പക്ഷത്ത് നിന്ന് ശക്തനായ ഒരാൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരണം. ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ല. ഇപ്പൊ UDFിലുള്ള നേതാവ് അടൂർ പ്രകാശ് പോലും തലോടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തഴുകിക്കൊണ്ടിരിക്കുകയാണ്, ധൈര്യമില്ല. അപ്പൊ ധൈര്യമുള്ള ഒരാൾ വെള്ളാപ്പള്ളി നടേശനെതിരെ കലാപം നയിച്ചാൽ അത് ഈ സമയത്ത് UDFിന് ഗുണം ചെയ്യുമെന്ന ചിന്തയുണ്ടാവാം. അതിന്റെ അംഗീകാരം ഗോപിനാഥൻ ചേട്ടന് കിട്ടാനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടാകാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി തിരിച്ചു വരാനുള്ള ശ്രമം ഉണ്ടാകാം അതിനകത്ത്. വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം. അതുകൊണ്ടായിരിക്കണം സുധീരനെ പോലുള്ള ഈഴവ സമുദായത്തിൽ നിന്ന് വന്ന ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന് പ്രകാശനം ചെയ്യിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പം ഉണ്ടാകാം. 2, അതിന്റെ കൂടെ ഓർക്കേണ്ട കാര്യം, ഇത് ഏറ്റുവാങ്ങുന്നത് ശിവഗിരി മഠാധിപതിയാണ്. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദാന്നോ മറ്റോ പേര് തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ അദ്ദേഹം അത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വികാരം അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എന്ന SNDP യോഗത്തിന്റെ ഒതുക്കപ്പെട്ട പഴയ ഒതുക്കപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റേത് മാത്രമല്ല എന്നും ആ അഭിപ്രായത്തിന് ശിവഗിരി മഠത്തിന്റെ കൂടി പിന്തുണയുണ്ട് എന്നുമാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ UDFും കോൺഗ്രസും രാഷ്ട്രീയമായി അതിശക്തമായി വെള്ളാപ്പള്ളിയെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത്. 2, ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണീയർ ഈ സമുദായ നേതാവിനെ തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി വായിച്ചാൽ ഒരു സാധാരണ വായനക്കാരനെ എന്നെപ്പോലെ ഒരാൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല. പുസ്തകം വരട്ടെ, ബാക്കി മലയാളികൾ വായിച്ച് തീരുമാനിക്കട്ടെ. ഏതായാലും ആ പുസ്തകം ഒരു വലിയ പൊട്ടിത്തെറിയാണ്, വലിയൊരു വിസ്ഫോടനം തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ജീവിതത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള ഏറ്റവും ശക്തമായ വിമർശനം ഈഴവ സമുദായത്തിനകത്തുനിന്ന്, SNDP യോഗത്തിനകത്തുനിന്ന് ശിവഗിരി മഠത്തിൻ്റെ പിന്തുണയോടെ, അതും രാഷ്ട്രീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയോടെ വരുന്നു എന്നത് വെള്ളാപ്പള്ളിക്ക് അത്ര വേഗത്തിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒന്നാവണം എന്നില്ല. കാത്തിരിക്കാൻ നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.